2025 വൈദ്യശാസ്ത്ര നൊബേൽ 3 പേർക്ക് മേരി ബ്രോങ്കോ, ഫ്രെഡ് റാംസെൽ, ഷിമോൺ സകാഗുച്ചി എന്നിവർക്കാണ് നൊബേൽ ലഭിച്ചത്. രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. ശരീരത്തിന്റെ ശക്തമായ രോഗപ്രതിരോധ സംവിധാനം നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ സ്വന്തം അവയവങ്ങളെ ആക്രമിച്ചേക്കാം. ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നതിൽ നിന്ന് രോഗപ്രതിരോധ സംവിധാനത്തെ തടയുന്ന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് സംബന്ധിച്ച വഴിത്തിരിവായ കണ്ടെത്തലുകൾ മൂവരും പുരസ്കാരത്തിന് അർഹരായത്. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് വ്യത്യസ്ത സൂക്ഷ്മാണുക്കളിൽ നിന്ന് പ്രതിരോധ സംവിധാനമാണ് നമ്മെ സംരക്ഷിക്കുന്നത്. ഇവയ്ക്കെല്ലാം വ്യത്യസ്ത രൂപങ്ങളാണുള്ളത്. കൂടാതെ പലതും ഒളിച്ചിരിക്കാനായി മനുഷ്യകോശങ്ങളുമായി സാമ്യമുണ്ടാക്കി എടുത്തിട്ടുമുണ്ട്. അങ്ങനെയിരിക്കെ എന്തിനെ ആക്രമിക്കണം, എന്തിനെ സംരക്ഷിക്കണമെന്ന് പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നാണ് സംഘം പഠിച്ചത്. പ്രതിരോധ സംവിധാനത്തിന്റെ സെക്യൂരിറ്റി ഗാർഡുകൾ എന്ന് വിളിക്കാവുന്ന റെഗുലേറ്ററി ടി സെല്ലുകളെ തിരിച്ചറിഞ്ഞതാണ് വഴിത്തിരിവായത്. ഈ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്നതിൽ നിന്ന് പ്രതിരോധ കോശങ്ങളെ തടയുന്നത്. നൊബേൽ കമ്മിറ്റി ചെയർമാൻ ഓലെ കെംപെ പറഞ്ഞു, പ്രതിരോധ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഗുരുതരമായ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാത്തത് എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് അവരുടെ കണ്ടെത്തലുകൾ നിർണായകമായി. മനുഷ്യന്റെ ചർമ്മകോശങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമായ അണ്ഡങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചേക്കുമെന്ന് പഠനം. സ്വാഭാവികമായി ഉണ്ടാകുന്ന അണ്ഡങ്ങൾ പ്രവർത്തനരഹിതമായ സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം ജനിതക പരമ്പരയിൽ നിന്ന് കുട്ടികളെ നിർമ്മിക്കാൻ ഇതുവഴി സാധ്യമാവുമെന്നാണ് നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പ്രാഥമികമായ ലാബ് പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏറെ സുരക്ഷാ ആശങ്കയുള്ള ഈ പ്രക്രിയയിൽ സ്ത്രീയുടെ ചർമ്മകോശങ്ങളിൽ നിന്ന് ന്യൂക്ലിയസ് നീക്കം ചെയ്യുകയും ന്യൂക്ലിയസ് നീക്കം ചെയ്ത ഒരു അണ്ഡത്തിൽ അത് നിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. പ്രായമോ രോഗാവസ്ഥകളോ കാരണം പ്രത്യുൽപാദനത്തിനായി സ്വന്തം അണ്ഡങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോഴിത് വളരെ പ്രാഥമികമായ ലബോറട്ടറി പ്രവർത്തനമാണെങ്കിലും ഭാവിയിൽ വന്ധ്യതയെയും ഗർഭമലസലിനെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയെ മാറ്റിമറിച്ചേക്കാം. പ്രത്യുൽപാദനത്തിന് മറ്റു വഴികളില്ലാത്തവർക്ക് അണ്ഡം അല്ലെങ്കിൽ ബീജം പോലുള്ള കോശങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള വഴി തുറക്കാൻ സാധിച്ചേക്കാമെന്നും യുകെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടണിലെ പ്രത്യുൽപാദന വൈദ്യശാസ്ത്ര വിദഗ്ധനായ യിങ് ചിയോങ് പറഞ്ഞു. ചർമ്മകോശങ്ങളിലും മറ്റ് പ്രത്യുൽപാദനപരമല്ലാത്ത കോശങ്ങളിലും മനുഷ്യ ക്രോമസോമുകളുടെ 2 സെറ്റുകൾ അടങ്ങിയിരിക്കുന്നു, അതായത് മൊത്തം 46. ഓറിഗൺ ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നത് തങ്ങൾ മൈറ്റോമിയോസിസ് എന്ന് വിളിക്കുന്ന പ്രക്രിയയിലൂടെ അധിക ക്രോമസോം സെറ്റിന്റെ പ്രശ്നം പരിഹരിച്ചു എന്നാണ്. ഇത് സ്വാഭാവിക കോശ വിഭജനത്തെ അനുകരിക്കുകയും ഒരു സെറ്റ് ക്രോമസോമുകൾ പുറന്തള്ളപ്പെടാൻ കാരണമാവുകയും അങ്ങനെ പ്രവർത്തനക്ഷമമായ അണ്ഡം അവശേഷിക്കുകയും ചെയ്യുമെന്ന് ഗവേഷകർ പറയുന്നു. ഇവയെല്ലാം ക്ലിനിക്കൽ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത നിലവിൽ വിദൂരമാണെന്ന് യുകെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹള്ളിലെ പ്രത്യുൽപാദന വൈദ്യശാസ്ത്ര വിദഗ്ധനായ റോജർ സ്റ്റർമി പറഞ്ഞു. ഇത്തരം ഒരു ട്രയലിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അനുമതി ലഭിച്ചാൽ പോലും ഈ സമീപനം ക്ലിനിക്കൽ ട്രയലിൽ എത്താൻ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് തെളിയിക്കേണ്ടി വരും. അതിന് കുറഞ്ഞത് ഒരു ദശാബ്ദമെങ്കിലും ഗവേഷണം ആവശ്യമാണെന്ന് പല ഗവേഷകരും സമ്മതിക്കുന്നു.